GST പോർട്ടലിൽ വന്നിട്ടുള്ള പുതിയ 2 അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ GST പോർട്ടലിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരു പുതിയൊരു ഫോം കൂടി ആഡ് ആയിട്ടുണ്ട്. അതാണ് GSTR 1A എന്ന് പറയുന്ന ഫോം. പിന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ, പുതിയ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അതിൽ ആധാർ വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പലർക്കും അറിയാമായിരിക്കും. പക്ഷേ ആ ആധാർ വെരിഫൈ ചെയ്യുമ്പോൾ ബയോമെട്രിക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് രണ്ടിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, ഞാൻ അഖില, GST പ്രാക്ടീഷണർ ആണ്. ആദ്യമായി ജൂലൈ 21 തീയതി വന്ന അപ്ഡേറ്റിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അതിൽ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ഫോം അപ്ഡേറ്റ് ആയിട്ട് GST പോർട്ടൽ, അതായത് GSTR 1 റിട്ടേൺ ഫയലിംഗ് ആണ് എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതിന്റെ പോലെ തന്നെ ഒരു ഓപ്ഷണൽ ടേബിൾ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അതാണ് GSTR 1A എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ ഓപ്ഷണൽ ആണ്. കാരണം നിങ്ങളിപ്പോൾ GSTR 1 റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇൻവോയ്സ് ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്യാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുള്ള ഇൻവോയ്സ് ഡീറ്റെയിൽസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ GSTR 1A എന്ന് പറയുന്നത്. ആ GSTR 1A ഫോം എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങൾ GSTR 1 റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള സെയിം പീരീഡിൽ നിങ്ങൾ GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ്, അതായത് എല്ലാ മാസത്തെയും GSTR റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ മന്തിലത്തെ പ്രിസീഡിങ് നെക്സ്റ്റ്, ഇപ്പൊ ജൂൺ മന്തിലത്തെ റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നത് ജൂലൈ 10th GSTR 1 റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. നെക്സ്റ്റ് 3B റിട്ടേൺ ഫയൽ ചെയ്യുന്നത് 20th, ജൂലൈ മന്തിലെ 20th 3B റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ GSTR 1A എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഈ 10നും 20നും ഉള്ളിൽ നിങ്ങൾ GSTR 1 റിട്ടേൺ ഫയലിംഗ് ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും അമെൻമെന്റ്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ പീരീഡിൽ ഫയൽ ചെയ്ത റിട്ടേൺ ഫയലിൽ ഏതെങ്കിലും ഇൻവോയ്സ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻറ്റർ ചെയ്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് ലേറ്റർ റെക്ടിഫൈ ചെയ്താൽ 2B റിട്ടേൺ ഫയലിംഗ്, ആ പെർട്ടിക്കുലർ മന്തിലെ 2B റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഈ GSTR 1A എന്ന ഫോം നിങ്ങൾക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. ഈ GSTR 1A എന്ന ഫോം ഓഗസ്റ്റ് തൊട്ട് എല്ലാ ടാക്സ് പേയറിനും നിങ്ങളുടെ GST പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ജൂലൈയിലെ റിട്ടേൺ ഫയലിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ അപ്പൊ തൊട്ടുള്ള ഡീറ്റെയിൽസ് അമെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് GSTR 1A യൂസ് ചെയ്യാം ഓഗസ്റ്റ് തൊട്ട്. അതായത് ജൂലൈയിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓഗസ്റ്റിൽ തൊട്ട് നിങ്ങൾക്ക് GSTR 1A എന്ന് പറയുന്ന ഫോം നിങ്ങളുടെ GST പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഈ GSTR 1A ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, GSTR 1A പറയുന്നത് ഒരു ഓപ്ഷണൽ ഫോം ആണ്. അത് ഒരു ടാക്സ് പീരിയഡിൽ ഒരിക്കൽ മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ആ ഒരു മന്തിൽ ഒരിക്കൽ മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ക്വാർട്ടർലി ആണെങ്കിൽ ഒരു ക്വാർട്ടറിൽ ഒരിക്കൽ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്താന്ന് വെച്ചാൽ, ഫോം GSTR 1A വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് എന്താണോ ആ ചേഞ്ചസ് അതേ മാസത്തെ ഫോം GSTR 3B റിഫ്ലക്ട് ആകും. പിന്നെ അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, റെസിപ്പിയന്റിന്റെ ഭാഗത്ത് നിന്ന്, ഇപ്പൊ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണോ നിങ്ങൾ ആർക്കാണോ പ്രോഡക്റ്റ് സെയിൽ ചെയ്യണത്, ആ നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ ഇപ്പോൾ ടാക്സ് ഇൻവോയ്സ് ഏതെങ്കിലും മിസ്സായിട്ട് GSTR 1A ഫോമിലാണ് അപ്ഡേറ്റ് കാണിച്ചിരിക്കുന്നത് എങ്കിൽ ആ റെസിപ്പിയന്റിന് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ടാക്സ് പീരീഡിൽ ക്ലെയിം ചെയ്യാനാവില്ല, നെക്സ്റ്റ് ടാക്സ് പീരീഡിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. GSTR 1A ഫോമിന്റെ ഇനിയൊരു ഫീച്ചർ. ഇനി ടാക്സ് പേയർ മന്ത്ലി ബേസിസിലാണ് GSTR ഫോം ഫയൽ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് അത് പുതിയ ഫോം GSTR 1A എന്ന പുതിയ ഫോം കൊണ്ട് എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഈ ഫോം GSTR 1A പറയുന്നത് എപ്പോഴാണ് ടാക്സ് പേയറിന്റെ പോർട്ടലിൽ അവൈലബിൾ ആവുന്നത് എന്ന് വെച്ചാൽ, GSTR ഫോം 1 ഫയൽ ചെയ്യുന്നതിന്റെ ഡ്യൂ ഡേറ്റ്, അതായത് എല്ലാ മാസത്തെയും ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഫോം 1ന്റെ നെക്സ്റ്റ് മന്ത് 10th ഡ്യൂ ഡേറ്റ് വരുന്നത്. ആ ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ GSTR 1 റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നത് ഈ 2 ഡേറ്റിൽ ഏതാണോ ലേറ്റ് ആയിട്ട് വരുന്നത്
അതായത് നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുമ്പേ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഡ്യൂ ഡേറ്റ് അതായത് 10th ഓഫ് ദ പ്രിസീഡിംഗ് മന്ത് അത് ആ ഡേറ്റ് ആയിരിക്കും, ആ ഡേറ്റ് തൊട്ടായിരിക്കും GSTR 1A നിങ്ങൾക്ക് നിങ്ങളുടെ GST പോർട്ടലിൽ വ്യൂ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ GSTR 1 റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നതെങ്കിൽ ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിങ്ങൾ GSTR 1 റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നത് ആ ഡേറ്റ്, ഈ രണ്ട് ഡേറ്റിൽ ഏതാണോ ലേറ്റർ ആയിട്ട് വരുന്നത് ആ ഡേറ്റ് തൊട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ GST പോർട്ടലിൽ GSTR 1A എന്ന ഫോം വിസിബിൾ ആവുന്നത്. അപ്പൊ തൊട്ട് അതായത് ഈ GSTR 1 ഫയൽ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് അല്ലെങ്കിൽ അതിന്റെ ഡെഡ് ലൈൻ തൊട്ട് നിങ്ങൾ അതേ മന്തിലത്തെ GSTR 3B റിട്ടേൺ ഫയലിംഗ് ഫോം എപ്പോഴാണോ ഫയൽ ചെയ്യുന്നത് അതുവരെ ആ ഡേറ്റ് തൊട്ട് GSTR 1 റിട്ടേൺ ഫയലിംഗിന്റെ ഡെഡ് ലൈൻ അല്ലെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യുന്ന ഡേറ്റ് ഏതാണോ ലേറ്റർ വരുന്നത് ആ ഡേറ്റ് തൊട്ട് നിങ്ങൾ ആ സെയിം പീരീഡിന് GSTR 3B ഫോം റിട്ടേൺ ഫയലിംഗ് എപ്പോഴാണോ ചെയ്യുന്നത് അതുവരെ ഈ GSTR ഫോം 1A എന്ന് പറയുന്ന ഫോം നിങ്ങളുടെ GST പോർട്ടലിൽ ഉണ്ടാവും. ഇപ്പൊ അതായത് നിങ്ങൾ GSTR 1 റിട്ടേൺ ഫയലിംഗ് ചെയ്യാണ്ട് 3B റിട്ടേൺ ഫയലിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ GST ഇല്ല. 3B റിട്ടേൺ ഫയൽ ചെയ്യണ മുമ്പ് ആ പെർട്ടിക്കുലർ മന്തിന്റെ GSTR 1 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ GSTR 3B റിട്ടേൺ ഫയലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പീരീഡ് ഉള്ളത്. GSTR 1 റിട്ടേൺ ഫയലിംഗ് ചെയ്തിട്ട് അതിന്റെ ഡെഡ് ലൈന് ശേഷം പിന്നെ GSTR 3B റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടൈം ഡ്യൂറേഷന് മാത്രമേ നിങ്ങൾക്ക് ഫോം GSTR 1A എന്ന് പറയുന്നത് ഫോം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇനിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലയബിലിറ്റി ആസ്പെക്റ്റിന് എടുത്താൽ നിങ്ങൾക്ക് GST ലയബിലിറ്റി പേ ചെയ്യുന്നത് അത് നിങ്ങളുടെ GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലയബിലിറ്റി പേ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ 3Bയിൽ റിഫ്ലക്ട് ആയ നിങ്ങളുടെ GSTR 1 റിട്ടേൺ ഫയലിംഗ് നിങ്ങൾ എന്തൊക്കെയാണോ കാണിച്ചിരിക്കുന്നത് അത് പ്ലസ് ഈ GSTR 1Aയിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഇൻവോയ്സസ് ഇത് രണ്ടും കൂടിയിട്ടാണ് GSTR 3Bയിൽ നിങ്ങളുടെ ലയബിലിറ്റി എന്താണോ ടാക്സ് ലയബിലിറ്റി പേ ചെയ്യാനുണ്ട് അത് രണ്ടും ഇത് ആറ്റോ പോപ്പുലേറ്റഡ് ആയിട്ട് വരും. അത് രണ്ടും GSTR 1ത്തെ പിന്നെ GSTR 1A രണ്ടിന്റെയും വാല്യൂ ആഡ് ആയിട്ടാണ് GSTR 3Bയിൽ നിങ്ങളുടെ ലയബിലിറ്റി എന്താണോ ടാക്സ് ലയബിലിറ്റി പേ ചെയ്യാനുള്ളത് അതിൽ റിഫ്ലക്ട് ആവുന്നത്. ഇനി QRMP സ്കീമിൽ രജിസ്റ്റർ ആയിട്ടുള്ള ടാക്സ് പേയേഴ്സ് അതായത് ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ടാക്സ് പേയേഴ്സിന് ഇത് എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത് എന്ന് നോക്കാം. ഈ QRMP സ്കീമിലുള്ള ആൾക്കാർക്കും സെയിം ആണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ക്വാർട്ടർ പീരിയഡിൽ GSTR 1 റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ആ ഡേറ്റ് ആക്ച്വൽ റിട്ടേൺ ഫയലിംഗിന്റെ ഡേറ്റും പിന്നെ ഡെഡ് ലൈൻ QRMP സ്കീമിൽ നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡെഡ് ലൈൻ എപ്പോഴാണോ ആ ഡേറ്റും നിങ്ങൾ ആക്ച്വൽ ഫയലിംഗ് ചെയ്യുന്ന ഡേറ്റിന്റെയും വെച്ച് കമ്പയർ ചെയ്ത് ഏതാണോ ലേറ്റർ വരുന്നത് ആ ഡേറ്റ് തൊട്ട് നിങ്ങൾ 3B റിട്ടേൺ ഫയലിംഗ് എപ്പോഴാണോ ചെയ്യുന്നത് ആ ഡേറ്റ് വരെയാണ് ഈ QRMP സ്കീമിലുള്ളവർക്കും GSTR 1A എന്ന ഫോം നിങ്ങളുടെ പോർട്ടലിൽ എനേബിൾ ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ GSTR 1 റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സെയിൽസ് എന്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് GSTR 1ൽ അല്ലെങ്കിൽ IFF യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് മന്ത് അല്ലെങ്കിൽ സെക്കൻഡ് മന്ത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കാണിച്ചിട്ടുള്ള എറർസ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മന്തിൽ അല്ലെങ്കിൽ സെക്കൻഡ് മന്തിലത്തെ ഏതെങ്കിലും പെൻഡിങ് എറർ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ QRMP സ്കീമിലുള്ള ആൾക്കാർക്ക് ക്വാർട്ടർലി വരുന്ന ഈ GSTR 1A ഫോം യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പിന്നിലത്തെ 2 മന്തിലത്തെ നിങ്ങൾ ഫയൽ ചെയ്തതിൽ വിട്ടു പോയിട്ടുള്ളത് ഈ ക്വാർട്ടർലി വരുന്ന GSTR 1A എന്ന ഫോമിൽ നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ലയബിലിറ്റി പെർസ്പെക്റ്റീവിൽ പോയാൽ നിങ്ങൾ നിങ്ങളുടെ ലയബിലിറ്റി എന്താണോ സെയിൽസ് കാണിച്ചിട്ടുള്ളത് അതായത് ഈ സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ GSTR 1A പിന്നെ GSTR 1ന്റെ പിന്നെ IFFൽ നിങ്ങൾ എന്താണോ മന്ത്ലി കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ലയബിലിറ്റീസ് സെയിൽസ് കാണിച്ചിട്ടുള്ളത് അതെല്ലാം കൂടി ആറ്റോ പോപ്പുലേറ്റഡ് ആയിട്ട് GSTR 3Bയിൽ മൂന്നിന്റെയും ആഡ് ആയിട്ടാണ് GSTR 3Bയിൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി എന്താണോ പേയബിൾ ആയിട്ടുള്ളത് അതിൽ റിഫ്ലക്ട് ആവുന്നത്. ഇനി അടുത്തതായി എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ IFF ഫോം യൂസ് ചെയ്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് മന്ത് 1 പിന്നെ മന്ത് 2 3 മന്ത്സ് ആണ് ഈ ക്വാർട്ടർ എന്ന് പറയുന്നത്. അതിൽ മന്ത് 1ന്റെയും മന്ത് 2ന്റെയും നിങ്ങൾ IFF ഫോം യൂസ് ചെയ്തിട്ട് ഫയൽ ചെയ്യുന്ന റിട്ടേൺസിന്റെ സെപ്പറേറ്റ് ആയിട്ട് GSTR 1A ഫോം ഉണ്ടാവില്ല. അത് ക്വാർട്ടർലി ആണ് വരിക. 3 മന്തിലത്തെയും കൂടി ഒന്നിച്ച് ഒരു GSTR 1A എന്ന ഫോമാണ് ഉണ്ടാവുക. ഓരോരോ മന്തിലത്തെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചാലും ആ
മന്തിത്തെ എല്ലാം നിങ്ങൾ ഒന്നിച്ച് ലാസ്റ്റ് വരുന്ന GSTR1 റിട്ടേൺ ഫയലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന GSTR1 എന്ന ഫോമിലാണ് കാണിക്കേണ്ടത്. 3 മന്തിത്തെ ഒന്നിച്ച് ഒരു ഫയലിൽ കാണിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് GST പോർട്ടലിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അതിൽ ആധാർ വെരിഫൈ ചെയ്യണം. അത് മുമ്പ് ഉണ്ടായിരുന്നത് സോഫാർ ഉണ്ടായിരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്കോ മൊബൈലിലേക്കോ ആധാർ വെരിഫിക്കേഷൻ ലിങ്ക് വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആധാർ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡ് റീജിയനിലുള്ള ആൾക്കാർക്ക് വന്നിട്ടുള്ളതാണ്. മറ്റുള്ള സ്റ്റേറ്റിലൊന്നും ഇപ്പോൾ ആപ്ലിക്കബിൾ ആയിട്ടില്ല. അതായത് ഈ ഉത്തരാഖണ്ഡിലുള്ള ആൾക്കാർ GST രജിസ്ട്രേഷൻ പുതിയതായിട്ട് എടുക്കുമ്പോൾ ആധാർ വെരിഫൈ ചെയ്യാൻ ബയോമെട്രിക് കൊടുത്തിട്ട് നിങ്ങളുടെ ആധാർ വെരിഫൈ ചെയ്യണം എന്നാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഉത്തരാഖണ്ഡ് റീജിയനിലുള്ള ആൾക്കാർ പുതിയതായി GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ മൈൻഡിൽ വെക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. CGST റൂൾ 2017 റൂൾ നമ്പർ 8 എന്താണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് പല റിസ്ക്കും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ആധാർ വെരിഫൈ ചെയ്യുക. നിങ്ങൾ നേരിട്ട് ആധാർ സെന്ററിലേക്ക് പോയിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ബയോമെട്രിക് വെരിഫിക്കേഷൻ നടത്തി നിങ്ങളുടെ ഫോട്ടോ എടുത്ത് വിത്ത് നിങ്ങളുടെ ഒറിജിനൽ ID പ്രൂഫ് എന്താണ് നിങ്ങൾ ഇതിൽ പോർട്ടൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ആധാർ എങ്കിൽ ആധാർ അല്ലെങ്കിൽ വേറെന്ത് നിങ്ങളുടെ ID പ്രൂഫാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ബയോമെട്രിക് കൊടുത്തിട്ട് ആധാർ വെരിഫൈ ചെയ്യണം എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഉത്തരാഖണ്ഡ് റീജിയനിൽ മാത്രമാണ്. അത് വന്നിട്ടുള്ളത് ഇപ്പൊ ജൂലൈ 28, അതായത് ഇന്നത്തെ ദിവസം തൊട്ടാണ് ഉത്തരാഖണ്ഡിൽ വന്നിട്ടുള്ളത്. GST ഡിപ്പാർട്ട്മെന്റിന്റെ വകയാണ് ഈ വന്നിട്ടുള്ള റൂൾ. GST രജിസ്ട്രേഷൻ പ്രോസസ് ആസ് യൂഷ്വൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് GST REG01 എന്ന ഫോം ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ IDയിലേക്ക് 2 ലിങ്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ ലിങ്ക് ഇപ്പോൾ ഇതുവരെ വരുന്നത് പോലെ തന്നെ ആധാർ വെരിഫൈ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് വരും ആസ് യൂഷ്വൽ വരുന്നത് പോലെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആധാർ വെരിഫൈ ചെയ്താൽ മതിയാവും. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ലിങ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നിയറസ്റ്റ് GST സുവിധ കേന്ദ്രയിലേക്ക് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനുള്ള ലിങ്കാണ് വരിക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ GST സുവിധ കേന്ദ്രം നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കേഷൻ എന്തായിരിക്കും അതിൽ പറയുന്ന ജുറിസ്ഡിക്ഷനിൽ പോയിട്ട് അത് പെർട്ടിക്കുലർ പ്ലേസിൽ പോയിട്ട് നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ ആധാറിന്റെ ഒറിജിനൽ കോപ്പി എല്ലാം കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ബയോമെട്രിക്കും ഫോട്ടോ എല്ലാം എടുത്തിട്ട് GST സുവിധ കേന്ദ്രയിൽ വെച്ചിട്ട് നിങ്ങളുടെ ആധാർ വെരിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ആദ്യത്തെ ലിങ്കാണ് വന്നത് എന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ OTP വെരിഫിക്കേഷൻ ലിങ്കാണ് വന്നത് എന്ന് വെച്ചാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആധാർ വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആധാർ വെരിഫൈ ചെയ്ത് OTP കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാം. ഇനി അതിലെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ലിങ്കാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എങ്കിൽ ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് GST സുവിധ കേന്ദ്രയിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ആയിരിക്കും വന്നിട്ടുള്ളത്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ മെയിലിൽ പറഞ്ഞിട്ടുള്ള പ്ലേസിലത്തെ GST സുവിധ കേന്ദ്ര അതിൽ മെയിലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഏത് ലൊക്കേഷനത്തെ GST സുവിധ കേന്ദ്രമാണ് നിങ്ങൾ പോകേണ്ടത് എന്ന്. ആ പെർട്ടിക്കുലർ സുവിധ കേന്ദ്രയിൽ അപ്പോയിന്റ്മെന്റ് നിങ്ങൾ ചൂസ് ഡേറ്റും ടൈം സ്ലോട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കൺഫേം ആയി വരേണ്ട ഒരു മെയിലും കൂടി വരും. ആ ഇമെയിൽ വന്നതിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഡേറ്റും ടൈമും സ്ലോട്ടിന്റെ പ്രകാരം നിങ്ങൾ പറഞ്ഞിട്ടുള്ള GST സുവിധ കേന്ദ്രയിലേക്ക് നേരിട്ട് പോകേണ്ടതാണ്. അപ്പോയിന്റ്മെന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ GST സുവിധ കേന്ദ്രയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ 4 സാധനങ്ങളാണ് മറക്കാതെ കൊണ്ടുപോകേണ്ടത്. ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തതിന്റെ കൺഫർമേഷൻ വന്നിട്ടുള്ള ഇമെയിൽ, അത് സോഫ്റ്റ് കോപ്പി ആയാലും ശരി ഹാർഡ് കോപ്പി ആയാലും ശരി ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കയ്യിൽ വെക്കണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ GST സുവിധ കേന്ദ്ര ഡീറ്റെയിൽസ് വന്നിട്ടുള്ള ഇമെയിൽ, അതിന്റെ ഒരു ഇമെയിലിന്റെ കോപ്പി, അത് ഇതായാലും ശരി സോഫ്റ്റ് കോപ്പി ആയാലും ശരി ഹാർഡ് കോപ്പി ആയാലും ശരി അതൊന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ ആധാർ കാർഡ് പിന്നെ പാൻ കാർഡ്, ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഒറിജിനൽ കോപ്പി ഉണ്ടാവണം രണ്ടിന്റെയും. നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ എല്ലാം ഒറിജിനൽ കോപ്പി എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഈ 4 സാധനങ്ങൾ നിങ്ങൾ മറക്കാതെ എടുത്തിട്ട് പോകണം. നിങ്ങൾക്ക് GSTനെ പറ്റിയിട്ട് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അതിൽ ഞാൻ ഇതുവരെ ഞാൻ GST വർക്ക് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതായത് GST പുതിയ രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അങ്ങനെയുള്ള വർക്ക് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ ടീമിൽ 2-3 പേരും കൂടി എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. അതായത് 2 ഓഡിറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓഡിറ്റിംഗ് വർക്ക് ആവശ്യമുണ്ട്, പിന്നെ ITR റിട്ടേൺ ഫയലിംഗ് ആവശ്യമുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കൂടാതെ ഞാൻ GST വർക്ക് കൂടാതെ ITR റിട്ടേൺ ഫയലിംഗ്, പിന്നെ ഓഡിറ്റിംഗ് വർക്ക്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ P&L അക്കൗണ്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആ വർക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഒരു അഡ്വക്കേറ്റും കൂടി ഞങ്ങളുടെ ടീമിലുണ്ട്. അദ്ദേഹം GSTന്റെ കേസസ് മാത്രമാണ് ഹാൻഡിൽ ചെയ്യണത്. അതായത് GSTയുടെ ഷോക്കോസ് നോട്ടീസ് വരുന്നത്, അതിന് അപ്പീൽ കൊടുക്കാൻ, പിന്നെ കോർട്ടിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നോട്ടീസ് വന്നാൽ അങ്ങനെയുള്ള കേസസ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റും കൂടി ഞങ്ങളുടെ ടീമിലുണ്ട്. സോ നിങ്ങൾക്ക് അതിന്റെ റിലേറ്റഡ് എന്തെങ്കിലും ക്വയറീസോ കൺസേൺസോ ഉണ്ടെങ്കിൽ അതിനും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ആവശ്യമുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഞാൻ തരുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.